ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഈ ഊത്തപ്പം ഗോതമ്പ് പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പുളി കുറഞ്ഞ തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. പുളിയുള്ള തൈരൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഊത്തപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് സോഡാപ്പൊടി ചേർത്തില്ലെങ്കിൽ തന്നെയും ഊത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ കായപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനം ഈ ഉത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ കൂടുതൽ മാവ് വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. സ്വല്പം കട്ടിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ദോശമാവ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം പോലെ ഒന്നും ആയി പോയിട്ടില്ല. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് ഊത്തപ്പത്തിന് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. സവാള വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന തവ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ മാവ് ഒഴിക്കുന്നുണ്ട്. അപ്പൊ വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുക്കുമ്പോഴത്തേക്കും വളരെ നേർമയായിട്ട് പരത്തണ്ട, സ്വല്പം കട്ടിയിൽ വേണം പരത്തി കൊടുക്കാനായിട്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഇതുപോലെ തൂവി കൊടുക്കാം. അതിന് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഊത്തപ്പത്തിനായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കമോ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കണം. പച്ചക്കറികൾ ഇട്ട ഉടനെ തന്നെ നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും അത് വിട്ടുപോലെ നന്നായിട്ട് അവിടെ പ്രസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പുപൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ നമുക്ക് തൂവി കൊടുക്കാം. കായപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അധികം മുളക് പൊടിയൊന്നും ചേർക്കണ്ട. മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പാൻ മൂടി വെച്ച് ഇതൊരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് പാൻ്റെ മൂടി മാറ്റി കൊടുക്കാം. അതിനുശേഷം ഊത്തപ്പത്തിന്റെ മുകളിലും സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഊത്തപ്പത്തിന്റെ പുറത്തൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതുക്കെ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഇതിന്റെ പുറത്ത് നന്നായിട്ട് തൂത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊത്തപ്പത്തിന്. ഇപ്പോൾ നമ്മുടെ ഊത്തപ്പം റെഡിയായി. 2 സൈഡും ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഊത്തപ്പം ഉണ്ടാക്കി എടുക്കാം. വളരെ രുചികരമായ നമ്മുടെ ഇൻസ്റ്റന്റ് ഊത്തപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞ് ഈ ഊത്തപ്പം നമുക്ക് ചൂടോടെ സാമ്പാർ ചട്നി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.